ഇപ്പോൾ ഉപ്പുമുളക് വന്നപ്പോൾ ഒരു വേറിട്ടൊരു നല്ലൊരു കഥാപാത്രം പെർഫോം ചെയ്യാൻ കിട്ടി. അപ്പോൾ അതിലൂടെയാണ് എനിക്ക് കൂടുതൽ ആൾക്കാർ എന്നെ അറിഞ്ഞു തുടങ്ങിയത്. കുടുംബ പ്രേക്ഷകർ കുട്ടികൾ ഉൾപ്പെടെ പ്രായമുള്ളവരും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് ഉപ്പുമുളക് വന്നതിന് ശേഷമാണ്. പക്ഷെ അതിനു മുന്നേ കുറേ സിനിമകളും സീരിയലുകളും ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മൂവികളും ചെയ്തിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് ഉപ്പുമുളക് വന്നതിന് ശേഷം. അങ്ങനെയുള്ള ഒരു സീരിയലിന് വേണ്ടി നമ്മൾ ഇനി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, നമ്മള് സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും നമുക്ക് നമ്മളെ ആൾക്കാരെ ഓർത്തിരിക്കാൻ പറ്റുന്ന കഥാപാത്രം എപ്പോഴും കിട്ടുന്നത് തന്നെയാണ് നല്ലത്. ഞാനിപ്പോ വയ്യാണ്ടിരുന്നപ്പോഴാണല്ലോ വീട്ടിലിരിക്കണേ. ഇപ്പൊ ഞാൻ വന്ന കാലം തൊട്ട് ഉണ്ടായിരുന്നു, എപ്പോഴും തിരക്കേറിയായിരുന്നു. വളരെ ഒരാഴ്ചയിൽ കൂടുതലൊന്നും ഞാൻ വീട്ടിലിരുന്നിട്ടില്ല വന്ന ആ സമയം തൊട്ട് നോക്കുകയാണെങ്കിൽ. കാരണം 1, 2 സീരിയലല്ല 9 സീരിയൽ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. വന്ന ആ ഒരു ടൈം തൊട്ടേ ബിസി ആയിരുന്നു. പിന്നെ ഉപ്പുമുളകിൽ വന്ന ശേഷം അപ്പോഴും ബിസി തന്നെ. പക്ഷെ അപ്പോൾ വീട്ടിലിരിക്കണില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് വയ്യാണ്ടായപ്പോഴത്തേക്കും എന്താണ് ഡൗൺ ആയി പോകുമല്ലോ, നമ്മൾ മെൻ്റലി ഡൗൺ ആവുമല്ലോ. അപ്പോൾ ശരിക്കും ആ സമയത്ത് എന്നെ ഉയർത്തെഴുന്നേക്കാൻ പ്രേരിപ്പിച്ചത് ഈ സിനിമകൾ തന്നെയാണ്. ആ സമയത്താണ് ഞാൻ എല്ലാ മൂവികളും ഇരുന്നത്. എന്നാൽ ഒരു പണിയെടുക്കാൻ പറ്റില്ല, ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ സാധാരണ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്ന ആളല്ല, എപ്പോഴും ജോലി ചെയ്തുകൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് ജോലിയും ചെയ്യാൻ പറ്റില്ല, എന്നിട്ട് നടക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഒന്നെങ്കിൽ കിടപ്പാണല്ലോ കൂടുതൽ. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, TV ആണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മൂവീസും മറ്റുള്ള പ്രോഗ്രാംസും എപ്പോഴും കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേക്കണം എന്നുള്ളൊരു എന്നുവെച്ചാൽ ആ ഒരു പഴയ ലെവലിലേക്ക് ഞാൻ എത്തണമെന്ന് പ്രേരിപ്പിച്ചത് സിനിമയും സീരിയലുകളും മറ്റുള്ള പ്രോഗ്രാംസൊക്കെ തന്നെയാണ്.